സംസ്ഥാനത്ത് നിത്യസംഭവമാകുന്ന വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സീറോ മലബാർ സഭ. സർക്കാർ സ്പോൺസേഡ് കൊലപാതകങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും വനം മന്ത്രിക്ക് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് ഒഴിയണമെന്നും സീറോ മലബാർ സഭ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര ആവശ്യപ്പെട്ടു. വന്യജീവി ആക്രമണത്തിൽ ജീവൻ പൊലിയുമ്പോൾ നഷ്ടപരിഹാരം നൽകി മടങ്ങിപ്പോവുക മാത്രമാണ് വനം മന്ത്രി ഇപ്പോൾ ചെയ്യുന്നതെന്നും വനയോര മേഖലയിൽ ഇപ്പോൾ നടക്കുന്നത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകങ്ങളെന്നും സീറോ മലബാർ സഭ ആരോപിച്ചു. വനം വകുപ്പാണോ സർക്കാർ ഭരിക്കുന്നതെന്ന് ചോദിച്ച സീറോ മലബാർ സഭ വക്താവ് ഫാദർ ആന്റണി സേവിയർ മലയോര മേഖലയിലെ ജനങ്ങളുടെ സംരക്ഷണത്തിന് ഒരു നടപടിയും സർക്കാരിൻ്റെയും വനം വകുപ്പിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നും കുറ്റപ്പെടുത്തി. കാട്ടാനയുടെ കാലിൻ ചുവട്ടിലും അതുപോലെ കൊമ്പിൻ്റെ തുമ്പത്തും കൊല ചെയ്യപ്പെടേണ്ടവരാണോ മനുഷ്യർ എന്നുള്ള ചോദ്യം നമുക്ക് ഉന്നയിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെയും ഇപ്രകാരമുള്ള കൊലപാതകങ്ങൾ ഒരുപക്ഷെ സർക്കാർ സ്പോൺസേഡ് കൊലപാതകമായിട്ട് തന്നെയും നമ്മൾ കാണേണ്ടുന്ന ഒരു സാഹചര്യമാണുള്ളത്. എല്ലാ സംസ്ഥാനങ്ങളിലും സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാരാണ് വനം വകുപ്പിനെ ഭരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ വനം വകുപ്പാണോ ഈ സർക്കാരിനെ ഭരിക്കുന്നത് എന്ന് സംശയിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. വനം മന്ത്രിയുടേത് അക്ഷന്തവ്യമായ നിഷ്ക്രിയത്വമെന്നും ഭരിക്കാൻ അറിയില്ലെങ്കിൽ വനം മന്ത്രി രാജിവെച്ചൊഴിയണമെന്നും ഇല്ലെങ്കിൽ സർക്കാരിന് തീർത്താൽ തീരാത്ത കളങ്കമാകുമെന്നും ഫാദർ ചൂണ്ടിക്കാട്ടി. വനം മന്ത്രി ഇപ്രകാരം ഒരു കൊല സംഭവിച്ചു കഴിയുമ്പോൾ അവിടെ വന്ന് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു പോയതുകൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നില്ല. കാട്ടുമൃഗങ്ങൾക്കുള്ള പരിരക്ഷ പോലും സാധാരണക്കാരായ കൃഷിക്കാരായ പാവപ്പെട്ട മനുഷ്യർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ആശങ്കയാണ്, വലിയൊരു വേദനയാണ്. തൊമ്മൻകുത്തിലെ കുരിശു മാറ്റിയ വനം വകുപ്പിന്റെ നടപടി കിരാതമെന്നും വടക്കേ ഇന്ത്യയിൽ ന്യൂനപക്ഷം ആക്രമിക്കപ്പെടുമ്പോൾ ശക്തമായി പ്രതികരിക്കുന്നവർ ഇവിടെ സമാന സംഭവം ഉണ്ടാകുമ്പോൾ പ്രതികരിക്കുന്നില്ലെന്നും സീറോ മലബാർ സഭ അഭിപ്രായപ്പെട്ടു. ജനം, കൊച്ചി.